Personally, I enjoyed this class. പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. സാറിന്റെ ക്ലാസ് ഒരുപാട് ഇഷ്ടമായിരുന്നു. I had lots of things from you. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അങ്ങനത്തെ ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇതിലൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഭാവിയിലേക്ക് ഇത് ഉപകാരം ചെയ്യും. യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു സർ. ഞാൻ ലിംറയുടെ ഒരു ഭാഗമാണ്. പറവട്ടാനി സെക്ഷനിലാണ് വർക്ക് ചെയ്തത്. ഇവിടെ സാറ് പറഞ്ഞ ക്ലാസ്സുകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാനപ്പോൾ വിലയിരുത്തിയായിരുന്നു. ഞങ്ങളുടെ ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ടീം നല്ലൊരു ടീമാണ്, കോപ്പറേറ്റീവ് ആണ്, കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്ന ടീമാണ്. സാറ് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ സാറിൽ കാണാറുണ്ട്. നസീർ സാറിനെയാണ് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത്. സാറ് കസ്റ്റമറായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ആളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിലേക്ക് ചെന്നെത്താറുണ്ട്. എന്നിട്ട് അതനുസരിച്ചിട്ട് എടുത്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കുറേ കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഒബ്സർവേഷൻ മസ്റ്റാണെന്ന് മനസ്സിലായി. വരുന്ന ആളെ തന്നെയല്ല, കൂടെയുള്ള ആളേനെയും അവരുടെ അറ്റ്മോസ്ഫിയറും അതൊക്കെ കുറേ കൂടി മോട്ടിവേറ്റ് ചെയ്തു. കുറേ കൂടി നന്നായി ചെയ്യാമെന്ന് തോന്നുന്നു. താങ്ക് യു. സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സത്യം പറഞ്ഞു പറയാ ട്രിപ്പ് എന്ന് പറഞ്ഞപ്പോ 12 വരെ ക്ലാസ് എല്ലാവരും ഉദ്ദേശിച്ചുണ്ട്. 12 വരെ സഹിക്കണ്ടേ എങ്ങനെ ക്ലാസ് വെച്ചപ്പോഴേക്കും ഞാൻ അതിന്റെ കേട്ടിട്ട് വന്നത്. പക്ഷെ ഒരാൾ പോലും ഇതില് ഒരാൾ പോലും ഉറങ്ങിയിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാവരും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ എന്താ പറയാ, ടീം സ്പിരിറ്റ് ഉണ്ടായിരുന്നു. മത്സരിച്ച് ആര് കൂടുതൽ പോയിന്റ് കഴിക്കുമ്പോൾ ഒരു ടീം സ്പിരിറ്റ് അത് കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. മത്സരത്തിലാണെങ്കിലും എന്തും പത്തരായാലും വേണ്ടില്ല എന്നല്ലേ വന്നു. അതങ്ങനെ ആ ഒരു ടീം സ്പിരിറ്റ് അത് സാറിന്റെ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു. ഒരാൾക്കും ഉറക്കത്തിന്റെ ഒരു ശീലത്തിന് ഒരു ട്രിപ്പിന് കൂടാതെ പോയിട്ടൊന്നുമില്ല. നന്നായി ഞങ്ങൾ എൻജോയ് ചെയ്തു. അതിന് തന്നെ സാറിന് വലിയൊരു താങ്ക്സ്. പിന്നെന്താ, പിന്നെ ഞങ്ങളുടെ എന്താ പറയാ, ഞങ്ങളുടെ ഉള്ളിലത്തെ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ ഉള്ളിൽ ഞങ്ങൾ എത്ര ശതമാനമുണ്ട് എന്ന് ഓരോരുത്തർക്കും മനസ്സിലാവുന്ന തരത്തില് ആ ഒരു പോയിന്റ് വെച്ചിട്ട് തന്നെ ഞങ്ങൾ ഇത്ര പേഴ്സൻറ്റേജ് ഞങ്ങൾ കരുതുന്നുള്ളൂ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇത്രയും അച്ചീവ് ചെയ്യാൻ പറ്റും. അത് തന്നെ ഞങ്ങളെ മനസ്സിലാക്കി തന്നു. ആ ഒരു കാര്യം അത് വലിയൊരു കാര്യം തന്നെയാണ്. ഞങ്ങൾക്ക് അത്രയും നന്ദി പറയുന്നത്. പിന്നെ ഞങ്ങളുടെ ഒരുവിധം ഇക്ക പറഞ്ഞ പോലെ തന്നെ സാർ പറഞ്ഞ കാര്യങ്ങൾ മിഥുനായാലും ശരി, സജിതയായാലും ശരി, ശരിക്ക് കസ്റ്റമറെ അവര് എങ്ങനെ കൊണ്ടുവരണം അവരുടെ കാര്യങ്ങളായാലും ഒരാളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കസ്റ്റമറെ കൂടുതൽ ഇങ്ങനെ പേഴ്സണലി സംസാരിച്ച് നന്നായി ഇന്ററാക്ഷൻ ഞങ്ങളോടുള്ള ഇന്ററാക്ഷൻ ഇക്കമാരായിരുന്നു നല്ല സപ്പോർട്ടിങ് ആണ്. ഇക്കമാരെ തന്നെയാണ് അത് കൂടുതൽ കിട്ടുന്നത്. ഞങ്ങളുടെ സജീഷ് ഏട്ടനായാലും നസീർക്കായാലും അതുപോലെ ഋഷിക്കായാലും നല്ലൊരു ഇന്ററാക്ഷനാണ്. അതിന് എല്ലാവരും അത് നോക്കി തന്നെയാണ് ആ ഒരു ആരെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് ഇക്കമാരത് പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ചെയ്യും പറഞ്ഞ് മനസ്സിലാക്കി തരും. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഓരോ ടീമും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ നല്ല അത്രയും തിരക്കും കൂടെ ആയാലും അങ്ങനെ അത്രയും ഉയർന്നു വന്നതല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇപ്പൊ ഈ ഞങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ് വളരെ ഉപകാരപ്പെട്ടായിരുന്നു. അപ്പൊ ഇതില് സാറിന് വളരെ വലിയ താങ്ക്സ്. സാറിന്റെ പേര് കിഷോർ സാറ് നല്ല രീതിയിലാണ് ക്ലാസ് എടുത്തിരുന്നത്. ഞങ്ങൾക്കെല്ലാം യൂസഫ് കുറിച്ചുകളെല്ലാം പറഞ്ഞതിന് വളരെയധികം ഈ ഒരു ക്ലാസ് വളരെ വർദ്ധായിട്ടാണ് തോന്നിയത്. കാരണം നമ്മുടെ ഉള്ളിലുള്ള പോരായ്മകൾ നമുക്ക് റെക്ടിഫൈ ചെയ്തിട്ട് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് പ്രസന്റ് ചെയ്ത സാറിന് നന്ദി. ആദ്യം ഞാൻ ഹാവൽസ് നന്ദി പറയണം ഫോർ കണ്ടക്ടിങ് സച്ച് എ വണ്ടർഫുൾ ഇന്ററാക്ഷൻ സെഷൻ. പിന്നെ കിഷോർ സാറോട് ഞാൻ നന്ദി പറയണം. ഇറ്റ് വാസ് എ വെൽ ഓർഗനൈസ്ഡ് ആൻഡ് ഇന്ററാക്റ്റീവ് സെഷൻ. താങ്ക് യു സർ. പിന്നെ ലിംറയുടെ ടീം എല്ലാവരും നല്ല ഓപ്പണായിട്ട് നമ്മൾ ടീമായിട്ടും ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനെല്ലാം പറ്റിയുള്ള. ആൻഡ് വൺസ് അഗൈൻ ഞാൻ ലിംറ മാനേജ്മെന്റിനോട് ഞാൻ നന്ദി പറയുന്നു.
ഇങ്ങനത്തെ ഉള്ള ഒരു സെഷൻ കണ്ടക്ട് ചെയ്ത് നമുക്ക് ഒരു മോട്ടിവേഷൻ, ഇനി നമ്മുടെ സെയിൽസും നല്ലതായിട്ട് ഡെവലപ്പ് ആവുമെന്നുള്ള ഒരു നല്ല പ്രതീക്ഷ ഉണ്ട്. താങ്ക് യു സർ. കിഷോർ സാറിന് യാദർശികമായിട്ട് ഞാൻ ഫോണിൽ കോൺടാക്ട് ചെയ്തതായി നേരത്തെ അറിയുള്ളൂ, എനിക്കറിയില്ല. ഇപ്പൊ എന്റെ മോള് നേരത്തെ ബയോഡേറ്റ എടുത്ത് നോക്കിയപ്പോഴ് നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മനുഷ്യനാണെന്ന് മനസ്സിലായി. പുള്ളി ഒരു ഓതറാണ്, കുറെ ബുക്സ് എഴുതിയിട്ടുണ്ട്, ഒരുപാട് ഡിഗ്രികളുണ്ട്. ഡിഗ്രി പറഞ്ഞാൽ തീരില്ല, അത്രയധികം ഡിഗ്രികളുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള മാനേജ്മെന്റില് യു എസിൽ പോയി ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ഒരു വിഷയമാണ്. പുള്ളിയുടെ ബയോഡേറ്റ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇനിയുള്ള അങ്ങോട്ട് നമുക്കിതൊരു തുടക്കം. അതുപോലെ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ആവൽസിനോട് നമുക്ക് വളരെയധികം കൃതജ്ഞതയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ എടുത്തു. ഓക്കെ.